ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബ്രൂസ് കിച്ചൺ. നമുക്കിന്നൊരു ഉള്ളിത്തീയൽ റെസിപ്പി നോക്കിയാലോ. ഞാൻ ഈ ചെറിയ ഉള്ളിയുടെ കൂടെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ വഴുതനങ്ങയോ പടവലങ്ങയോ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഈ തീയലിൽ ചേർക്കാം. ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം കരിയേപ്പിലയും 2 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന 10 ചെറിയ ഉള്ളി, നിങ്ങൾക്ക് നിങ്ങളുടെ അംഗസംഖ്യ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഞാൻ 10 ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് നീളത്തിന് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പകുതി മുരിങ്ങാക്കോൽ നീളത്തിനരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് പുളിയൊന്ന് കുതിർത്തെടുക്കാം. പുളി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് ഈ തേങ്ങയുടെ നിറം മാറി ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ബ്രൗൺ നിറം ആയതിനു ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പച്ചമണമെല്ലാം മാറിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഈ അരച്ച അരപ്പ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച പുളിവെള്ളവും ചേർത്ത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരപ്പൊക്കെ പിടിക്കുന്നത് പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർക്കുന്നത് കൊണ്ട് തക്കാളിയുടെ ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിപ്പില്ലാത്ത പച്ച തക്കാളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിതിൽ ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തീയൽ നിങ്ങൾക്ക് പല രീതിയിൽ വെക്കാം. ആ തീയലിൻ്റെ ആ കൂട്ട് മാത്രം, നമ്മൾ അരയ്ക്കുന്ന തേങ്ങയുടെ കൂട്ട് മാത്രം കറക്റ്റായിരുന്നാൽ മതി. എന്ത് വെജിറ്റബിൾസ് ചേർത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീയൽ വെക്കാം. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.